ഇറാനിൽ ശക്തമായ കലാപമാണെന്ന് നമുക്കറിയാം. എന്നാൽ മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇറാൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കലാപമായി മാറുകയാണ് ഇപ്പോഴത്തെ കലാപം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇറാന്റെ കയ്യിൽ നിന്ന് ടെഹ്റാന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് വേണം നാടൻ ഭാഷയിൽ വേണമെങ്കിൽ പറയാൻ. കാരണം ഈ ഇന്നലെയും മിനഞ്ഞാന്നുമായി ടെഹ്റാനിലും അതുപോലെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിലും ഈ പ്രതിഷേധക്കാർ അക്രമാസക്തരായി എന്നുള്ളതാണ്. പ്രതിഷേധക്കാർ ഗവൺമെന്റിന്റെയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അടിച്ചു തകർക്കുകയും ഖാംനെയി അധികാരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് രാജ്യം വിടണം എന്ന ആവശ്യത്തിലേക്ക് പോലും ഇപ്പോൾ ഇറാനിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടക്ക് ആയത്തുള്ള അലി ഖാംനെയി പറയുന്നത് പ്രതിഷേധക്കാർ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കക്കും ഇസ്രയേലിനും വേണ്ടി പ്രവർത്തിക്കുന്നവരായി ഒരു വിഭാഗം ഇറാനികൾ മാറിയിരിക്കുന്നു എന്നും ഇത്തരക്കാരെ വെച്ചു പൊറുപ്പിക്കില്ലെന്നുമായിരുന്നു വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഖാംനെയി കഴിഞ്ഞ ദിവസം ഈ ഇറാനിലെ ചാനൽ 2 പുറത്തു വന്നത് എന്നുള്ളതാണ്. ട്രംപിന്റെ കൈകളിൽ ഇറാനികളുടെ രക്തം പുരണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഈ ഒരു കലാപം നടക്കുന്നത് സമാധാനപരമല്ലെന്നും സമാധാനപരമായ ഏത് ആവശ്യങ്ങളെയും കേൾക്കാൻ ഭരണകൂടം സന്നദ്ധമാണെന്നും എന്നാൽ ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മറ്റുമൊക്കെ അടിച്ചു തകർക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് വിദേശികളുടെ കൂലിപ്പട്ടാളക്കാരാണെന്നും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങി പ്രവർത്തിക്കുന്ന കൂലിപ്പട്ടാരക്കാരാണെന്നുമാണ് ഇപ്പോൾ ഇറാനിലെ ഭരണകൂടവും ഖാംനെയും അതുപോലെ മസൂദ് പെസഷ്കിയാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം ഇസ്രയേലും അമേരിക്കയും ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ്. ഫ്ലോറിഡയിൽ നെതന്യാഹു പോയി ട്രംപുമായി ചർച്ച ചെയ്ത് ഉടൻ ഇറാനെ ആക്രമിക്കണമെന്ന് തീരുമാനത്തിലെത്തിയപ്പോൾ ഇറാൻ ഇത്തരത്തിൽ ആണവ പോർ മിസൈലുകൾ വികസിപ്പിക്കുന്നെന്നും വാഷിങ്ടണിനെ പോലും ആക്രമിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഒക്കെ ബെന്യമിൻ നെതന്യാഹു ട്രംപിനോട് പറയുകയും അങ്ങനെ അത്തരത്തിലാണെങ്കിൽ അവരെ തകർക്കേണ്ടതുണ്ടെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 28 പൊടുന്നനെ ഒരു പ്രതിഷേധം ഇത്തരത്തിൽ ടെഹ്റാനിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ആദ്യം ഈ നമുക്കറിയാം ഈ ഇറാനിയൻ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതുകൊണ്ട് സാധനങ്ങൾ വാങ്ങുവാൻ വളരെ വലിയ മൂല്യം നൽകേണ്ടി വരുന്ന, ചാക്ക് കണക്കിന് പൈസ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ രൂപപ്പെടുകയും അങ്ങനെ ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തിനെതിരായി ടെഹ്റാനിലെ ഒരു സൂക്കിൽ 20ഓളം കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധം ആരംഭിച്ചു. പിന്നീട് ദിവസങ്ങൾ കൊണ്ട് ഇറാനിലെ മറ്റു നഗരങ്ങളിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിച്ചതോടുകൂടെയാണ് പ്രതിഷേധത്തിന് തുടക്കമാകുന്നത്. ഇറാനിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം വളർന്നു വരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ അട്ടിമറിക്കപ്പെട്ട ഇറാന്റെ അവസാന ഷായുടെ മകൻ പെഹലവി ഒരു ആഹ്വാനം നടത്തി എന്നുള്ളതാണ്. കൂടുതൽ പ്രകടനങ്ങൾക്ക് ആഹ്വാനം നടത്തുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പുറത്താക്കണമെന്ന ആഹ്വാനവും അദ്ദേഹം നടത്തി. അതായത് ഈ ഖാംനെയി ഭരണകൂടത്തെ ഈ ഇറാനിൽ നിന്ന് ആട്ടി ഓടിക്കണമെന്ന ഒരു ആഹ്വാനം അദ്ദേഹം നടത്തിയതോടുകൂടി പ്രകടനത്തിന്, പ്രതിഷേധത്തിന് ആക്കം കൂടുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു ആഹ്വാനവും കൂടി വന്നതോടെ പ്രകടനവും പ്രതിഷേധവും ആക്രമണവും കൈവിട്ടു പോയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് സ്വീകാര്യമായ സമാധാനത്തിന് രീതിയിലുള്ള ആവശ്യങ്ങളെ കേൾക്കുവാനും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിക്കുവാനും തയ്യാറാകണം എന്നായിരുന്നു. എന്നാൽ ഭരണകൂടം നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇത് കൂലിപ്പട്ടാളക്കാരാണ്, അമേരിക്കക്ക് വേണ്ടിയും ട്രംപിന് വേണ്ടിയും ജോലി ചെയ്യുന്ന പൈസ വാങ്ങിയ കൂലിപ്പട്ടാളക്കാരാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവരാ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾക്കെതിരെ വെടിയുതിർക്കുകയും അങ്ങനെ ഈ പ്രതിഷേധം ആരംഭിച്ചത് മുതൽ 4 സുരക്ഷാ സേനയടക്കം ഡസൻ കണക്കിന് ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിഷേധത്തിന്റെ ഗൗരവം നമ്മെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രതിഷേധം ഇങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഇറാനിൽ പല സംവിധാനങ്ങളും നിലഞ്ഞുപോയി. ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പലപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ്.
ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായി നിർത്തി എന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും ഇറാനിൽ പലയിടങ്ങളിലും ഇന്റർനെറ്റ് സംവിധാനം ഗവൺമെന്റ് കട്ട് ചെയ്തു. കാരണം ഈ ആക്രമങ്ങളെ ഇന്റർനെറ്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങിങ്ങായ ആളുകൾ കണ്ട് ഈ ഒരു കലാപം അത് പടരുന്നതിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇന്റർനെറ്റ് വിച്ഛേദനം നടത്തിയതെങ്കിലും ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് കൊണ്ട് തന്നെ സുരക്ഷാ സേനയ്ക്ക് സാധാരണക്കാരെ കൊല്ലുന്ന വിവരം ഈ ലോകമാധ്യമങ്ങളും ഇറാനിയൻ മാധ്യമങ്ങളും അറിയാതെ പോകുവാനുള്ള സാധ്യത കൂടി വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഈ ഇന്റർനെറ്റ് സംവിധാനം മാത്രമല്ല, പലയിടങ്ങളിലും ഫോൺ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. കൃത്യമായ രീതിയിൽ ഫോൺ സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പലയിടങ്ങളിലും വൈദ്യുതി നിയന്ത്രണം പോലും തുടർന്നു. ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ വൈദ്യുതി നിയന്ത്രണം തുടർന്നു എന്ന് തന്നെയാണ് ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത. ഇതിനിടക്കും ഇന്റർനെറ്റ് വിച്ഛേദിച്ചു എന്ന് പറയുമ്പോഴും ഒട്ടുമിക്ക ചില വീഡിയോകളൊക്കെ ചില ഉദ്യോഗസ്ഥരും ഇറാനിലെ പ്രമുഖരും മറ്റുമൊക്കെ സാമൂഹിക പ്രവർത്തകരുമൊക്കെ ഷെയർ ചെയ്തത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാനിൽ ആയത്തുള്ള അലി ഖാംനെയിയെ പുറത്താക്കൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇറാനിലെ ഉദ്യോഗസ്ഥരും ഇറാനി പ്രമുഖരും ഇറാനി ഭരണകൂടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്കൊക്കെയും ഈ പത്രക്കാരുടെ ചോദ്യത്തിന് പെഹലവിയെ ഈ അവസാന ഷായുടെ മകൻ പെഹലവി ഇപ്പോൾ ഒരു കൂടുതൽ പ്രകടനത്തിന് ആഹ്വാനം ചെയ്ത ഈ പെഹലവിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അമേരിക്ക നിഷേധിച്ചു. അദ്ദേഹവുമായി സംസാരിക്കുകയോ ഇറാനിൽ ഒരു ഭരണ അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞാൽ പെഹലവിയുമായി സംസാരിച്ച് ഒരു ഭരണകൂടം നിർമ്മിക്കുന്നതിനെ അമേരിക്കയും ട്രംപും തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിരുന്നാലും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുവാൻ ടെഹ്റാൻ പാടുപെടുക തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും സംയമനം പാലിക്കണമെന്നും മറ്റുമൊക്കെ ഇറാന്റെ പ്രസിഡന്റും ഭരണകൂടവും പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ ഇത് കേൾക്കാൻ ഒട്ടും തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റുമൊക്കെ അടിച്ചു തകർത്തുകൊണ്ടുള്ള കയ്യിൽ നിന്നു പോയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഡിസംബർ 28 ആരംഭിച്ച ഈ കലാപം ഇത്തരത്തിൽ തന്നെ ദിവസങ്ങളോളം തുടരുകയാണെങ്കിൽ അത് ഇറാനിലെ ഇപ്പോഴുള്ള ഭരണകൂട അട്ടിമറിയിലേക്ക് നയിക്കുവാനും ഇറാനിലെ ഇൻഫ്ലേഷനും ഇറാനിലെ സാമ്പത്തിക രംഗവും മറ്റുമൊക്കെ കൂടുതൽ തകരുവാനും താറുമാറാകുവാനും സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഉപരോധം കാലങ്ങളായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഉൽപാദനം ചെയ്യുന്ന ഒരു രാജ്യമായെന്നിരിക്കെ ഒരുപാട് യുദ്ധ ഉപകരണങ്ങളും ആയുധങ്ങളും ഡ്രോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് കൂടി അത് കൃത്യമായി ലോകത്തിന് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഉപരോധം തുടരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇറാൻ എന്ന വലിയ രാജ്യം കൂപ്പുകുത്തി സാമ്പത്തികമായി നിലച്ചു പോകുന്നതെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നമുക്കറിയാം അത്തരത്തിൽ തന്നെയാണ്. അമേരിക്കയുടെ ഉപരോധമില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തന്നെ അത്യാവശ്യം ശക്തിയുള്ള ഈ രാജ്യം മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തികമായ ഉയർച്ചയിലുള്ള ഒരു രാജ്യവും കൂടിയായി മാറുമായിരുന്നു. എന്നാൽ 79 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാ ഭരണകൂടത്തെ ഈ അട്ടിമറിക്കപ്പെടുകയും അങ്ങനെ ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വന്നത് മുതൽ അമേരിക്ക ഇവരുടെ ശത്രുക്കളായി മാറുകയും ഇസ്രയേലിനെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടവുമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ലോകത്ത് ഇസ്രയേൽ ചെയ്തു കൂട്ടുന്നത് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന പ്രവൃത്തിയാണെന്ന് നമുക്കറിയാമെങ്കിൽ കൂടി ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഇറാനെ നശിപ്പിക്കുമെന്ന ആഹ്വാനവുമായി ബെന്യാമിൻ നെതന്യാഹുവും സംഘവും ഒരു ഭാഗത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ ജൂണിലാണ് 12 ദിവസത്തെ യുദ്ധം ഇറാനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ നടന്നത്. അമേരിക്കയും പങ്കാളിയായി ഇറാനെ ആക്രമിക്കുകയും അങ്ങനെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബേസിലേക്ക് പോലും ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്നും ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ ഇറാനെ പരിക്കേൽപ്പിക്കുകയും കൂടുതൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും ഇറാൻ തള്ളിവിടപ്പെടും എന്ന് പറയുന്നതിന് നടുവിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇറാനിൽ പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ ലോകത്തിനും നമുക്കും പൂർണ്ണമായും ഒരു 50% ഇത് ഇസ്രയേലും അമേരിക്കയും
രൂപപ്പെടുത്തിയ സ്പോൺസേഡ് പ്രതിഷേധമാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.